നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി. ആയുർവേദത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ളതും അതുപോലെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ശിരോധാര. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം നൽകുന്ന ഒരു പ്രൊസീജിയറാണിത്. ആയുർവേദത്തിൽ മൂർദ്ധതൈലം എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ് ശിരോധാരയെക്കുറിച്ച് പറയുന്നത്. മൂർദ്ധതൈലം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോർഹെഡ് അതുപോലെ നമ്മളെ സ്കാൽപ്പ് റീജിയനിൽ ലോക്കലായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിനെയാണ് മൂർദ്ധതൈലം പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 4 വിധത്തിലുണ്ട്: ശിരോ അഭ്യംഗം, ശിരോസേകം അല്ലെങ്കിൽ ശിരോധാര, ശിരോപിജു, ശിരോവസ്തി. ഇതിൽ ആദ്യത്തെ പറഞ്ഞിട്ടുള്ള ശിരോ അഭ്യംഗം എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഹെഡ് മസാജാണ്. രണ്ടാമത് പറയുന്ന ശിരോധാര അല്ലെങ്കിൽ ശിരോസേകം. ധാര എന്ന് പറയുന്നത് നമ്മൾ ധാര എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടിന്യൂസ് സ്ട്രീം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ എന്നുള്ളതാണ്. ശിരോധാര എന്നുള്ള പ്രൊസീജിയറിൽ ഏതെങ്കിലും ലിക്വിഡ്സ് ഒരു നിശ്ചിത ഹൈറ്റിൽ നമ്മളുടെ ഫോർഹെഡിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് ഒഴിക്കുന്ന രീതിയാണ്. ഇതിൽ ഈ ലിക്വിഡ്സ് എന്ന് പറയുന്നത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ദോഷപ്രകോപം അനുസരിച്ച് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതാണ്. നോർമലി നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽ, അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടർ മിൽക്ക്, പിന്നെ വിവിധ തരം കഷായങ്ങൾ, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മിൽക്സ്, ഇതൊക്കെയാണ് അതിൽ ലിക്വിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ശിരോധാര ചെയ്യാറുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഉറക്കക്കുറവും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ, ഈ കണ്ടീഷൻസിലൊക്കെ ശിരോധാര ചെയ്യാറുണ്ട്. അതുപോലെ ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസ്, അതായത് പ്രിമച്യൂർ ഗ്രേയിങ് ഓഫ് ദ ഹെയർ, ഡാൻഡ്രഫ് ഇഷ്യൂസ്, ഹെയർ ഫോള്, ഇതിലൊക്കെ ശിരോധാര എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അതുപോലെ മൈഗ്രെയിൻ പോലുള്ള കണ്ടീഷൻസ്, ചില ഐ റിലേറ്റഡ് പ്രോബ്ലംസും ഇയർ റിലേറ്റഡ് പ്രോബ്ലംസിലും ശിരോധാര നമ്മൾ ചെയ്യാറുണ്ട്. സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിലും നമ്മൾ ശിരോധാര ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞു നമ്മൾ പലതരം ലിക്വിഡ്സ് ആണ് യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ സോറിയാസിസ് പോലുള്ള കണ്ടീഷനിൽ നമ്മൾ മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്ക്, അതായത് തക്രം എന്ന് പറയും, ആ തക്രധാരയാണ് ശിരോധാരയായിട്ട് ചെയ്യാറുള്ളത്. ഇനി ശിരോധാരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശിരോധാര നമ്മൾ ബ്രെയിൻ സെൽസിനെയും ബ്രെയിൻ ടിഷ്യൂസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ റെജുവിനേറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ശിരോധാര ഇറ്റ് ബ്രിങ്സ് കാംനെസ് ടു അവർ മൈൻഡ് ആൻഡ് അവർ ബോഡി. അതുപോലെ നമ്മളുടെ മെൻ്റൽ ഫങ്ഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും സെൻസ് ഓർഗൻസിനെ റെജുവിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി എല്ലാവർക്കും ശിരോധാര ചെയ്യാൻ പറ്റുമെന്ന് ആളുകൾ നമ്മളെടുത്ത് അന്വേഷിക്കാറുണ്ട്. പക്ഷേ ചില കണ്ടീഷൻസിൽ നമുക്ക് ശിരോധാര കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതായത് ഫീവർ പോലുള്ള കണ്ടീഷൻസിൽ, അതുപോലെ കൺജങ്ക്റ്റിവൈറ്റിസ് പോലുള്ള ഐ ഡിസീസ് ഉള്ള കണ്ടീഷനിൽ, അതുപോലെ കഴുത്തിന് നീർക്കെട്ടും വേദനയൊക്കെ ഉള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ശിരോധാര ചെയ്യാറില്ല.